സ്വലാത്തിന് വലിയ ബഹുമാനമാണ്. കാരണം ആരെ പേരിലാണ് സ്വലാത്ത് ചെല്ലുന്നത്? ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലല്ലേ? ആ തങ്ങൾക്ക് വലിയ സ്ഥാനമല്ലേ? വകാന ഫളലുല്ലാഹി അലൈക അളീമാ. വലിയ സ്ഥാനത്തിന്റെ ഉടമയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട വലിയ ദിക്റാണല്ലോ, വലിയ മദ്ഹാണല്ലോ സ്വലാത്ത്. ആ സ്വലാത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇപ്പോഴും നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വിഷയമാണ്. അള്ളാഹു നിസ്കരിച്ചു, നോമ്പെടുത്തു, സക്കാത്ത് കൊടുത്തു, ഹജ്ജ് ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ ചെയ്യണം എന്ന് ഇസ്ലാമിൽ കൽപ്പനയില്ല, ഖുർആനിൽ പറഞ്ഞു കാണുന്നില്ല. എന്നാൽ പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ വിഷയമാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നിശ്ചയം അല്ലാഹുവും അവന്റെ മലായികത്തും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് തീർന്നിട്ടില്ല, അത് സ്റ്റോപ്പായിട്ടില്ല, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ വിശ്വാസി ജനങ്ങളെ, നിങ്ങളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലണേ. അല്ലാഹുവിന്റെ വലിയ കൽപ്പനയാണ്. ആ കൽപ്പന അംഗീകരിച്ച് ഒരാള് സ്വലാത്തു ചൊല്ലിയാൽ അവർക്കുള്ള ബഹുമാനം മഹാന്മാര് പറയാണ് ഇത്വാഅത്തുല്ലി അംരിഹി വത്തിബാഉല്ലി ഫിഅലിഹി. അല്ലാഹുവിന്റെ കൽപ്പന അംഗീകരിക്കലോടുകൂടെ റബ്ബിന്റെ പ്രവർത്തനത്തെ പിന്തുടരുക എന്ന വലിയ വിഷയം സ്വലാത്തിനുള്ളതിനാൽ സ്വലാത്ത് പോലെ ബഹുമാനമുള്ള മറ്റൊന്നില്ല. പരലോകത്ത് ഇബത്ത് പറഞ്ഞവന് ഇബത്ത് പറഞ്ഞവന്റെ അമലിനെ പറയപ്പെട്ടവന് പകരം കൊടുക്കുമെങ്കിലും അതിൽ നിന്ന് സ്വലാത്ത് ഒഴിവെന്ന് മഹാന്മാര് പറയുന്നു. ഒരാള് നീയത്തില്ലാതെ ഇഖ്ലാസില്ലാതെ ചൊല്ലിയാലും പാഴായി പോകാത്ത, നഷ്ടപ്പെടാത്ത ഒരേ ഒരു വിഷയം അത് അസ്വലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലിൽ നാം ചൊല്ലുന്ന സ്വലാത്തുകളാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ദോഷങ്ങൾ പൊറുക്കണോ? സ്വലാത്ത് ചെല്ലുന്ന ആളുകളുടെ ദോഷങ്ങൾ പൊറുക്കും. സ്വലാത്ത് ചെല്ലുന്ന ആളുകളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കും. സ്വലാത്ത് ചെല്ലുന്ന ആളുകളുടെ കടങ്ങൾ വീടിക്കിട്ടും. സ്വലാത്ത് ചെല്ലുന്ന ആളുകളുടെ ടെൻഷൻ നീങ്ങിക്കിട്ടും. സ്വലാത്ത് ചെല്ലുന്ന ആളുകൾക്ക് ഈമാന് വർധനവുണ്ടാകും. സ്വലാത്ത് ചെല്ലുന്ന ആളുകളുടെ ഇഖ്ലാസിന് പെരുമയുണ്ടാകും. സ്വലാത്ത് ചെല്ലുന്ന ആളുകൾക്ക് തഖ്വക്ക് വലിയ പവർ കിട്ടും. സ്വലാത്ത് ചെല്ലുന്ന ആളുകൾക്ക് സൂക്ഷ്മതയുള്ള ജീവിതമുണ്ടാകും. അതിനെല്ലാം പുറമേ അസ്വലാത്തു നൂറും ഫിൽ ഖൽബി, ഖൽബിൽ, ഹൃദയത്തിൽ സ്വലാത്ത് വലിയ പ്രകാശമാണ്. അതുമാത്രല്ല, ഫഇന്ന സ്വലാത്ത അലയ്യ നൂറും ഫിൽ ഖബ്രി, സ്വലാത്ത് ചെല്ലുന്ന ആളുകൾക്ക് ഖബറാകുന്ന ഇരുട്ടറയിലും സ്വലാത്ത് വലിയ പ്രകാശമാണ്. സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ആളുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വലിയ ബന്ധത്തിലെന്ന് തങ്ങൾ നമ്മെ പഠിപ്പിച്ചല്ലോ. ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്തറുഹും അലയ്യ സ്വലാ. ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നോ അവരും തങ്ങളും വലിയ ബന്ധത്തിലാണ്, വലിയ പരിചയത്തിലാണ്, വലിയ സ്നേഹത്തിലാണ്. സ്വലാത്ത് ചെല്ലുന്ന ആളുകൾക്ക് യഖ്ളത്തിലും മനാമിലും ഉണർച്ചയിലും ഉറക്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല തവണ കാണാൻ കഴിയുന്നതാണ്. സ്വലാത്ത് ചെല്ലുന്ന ആളുകളുടെ
ദുനിയാവിന്റെ ആഖിറത്തിന്റെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടും സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാൽ ഒരാൾ മരണസമയം തങ്ങളെ കണ്ട് തബസ്സുമിൽ പുഞ്ചിരിയിലായി കലിമ ചൊല്ലി പിരിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് ആ സൗഭാഗ്യം ലഭ്യമാകും. അതുമാത്രമല്ല, ശ്വാസമടങ്ങി ഖബറിലെത്തിയാൽ ഖബറിൽ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരണം കിട്ടണോ? സ്വലാത്ത് അധികരിപ്പിക്കുന്ന ആളുകൾക്ക് അത് ലഭ്യമാകും. ഒരാൾ ഖബറിലെത്തിയാൽ ഖബറാളിയോട് മലായികത്ത് ഇങ്ങനെ ചോദിക്കുന്ന കൂട്ടത്തിൽ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ച് ചോദിക്കും, മാ തഖൂലു ഫീ ഹാദർ റജുൽ, ഇവരെ നിങ്ങൾക്കറിയോ, പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ആളുടെ മറുപടി, എനിക്ക് നന്നായി പരിചയമുള്ള എന്റെ നേതാവാണ്, ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇതെന്റെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് ഖബറാളി മറുപടി കൊടുക്കും മലായികത്തിന്. ചുരുക്കത്തിൽ മുസ്ലിമീങ്ങളെ, ഇദൻ യക്ഫീക ഹമ്മുദ് ദുനിയാ വഹമ്മുൽ ആഖിറ, നിങ്ങളെ ദുനിയാവിലെ ആഖിറത്തിലെ സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരമായി സ്വലാത്ത് മതിയെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ആകുന്ന അവിടുത്തെ പ്രിയ ശിഷ്യരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ സ്വലാത്തിന്റെ വാർഷിക സമ്മേളനമാകുന്ന ഈ സദസ്സിൽ എന്റെ വോയിസ് കേൾക്കുന്ന സർവ്വ വിശ്വാസിനികളോടും പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു, അക്സിറൂ മിനസ്വലാത്തി അലയ്യ, നിങ്ങൾ എന്റെ മേൽ ധാരാളം സ്വലാത്ത് പറഞ്ഞോ. സ്വലാത്ത് ചൊല്ലി 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 തങ്ങളുമായി വലിയ ബന്ധം സ്ഥാപിച്ച് അഅമാലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമലെന്ന് ആശിഖീങ്ങളൊക്കെ നമുക്ക് വിവരം നൽകിയ ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസല്ലില്ലാഹു ബിഹി യുബല്ലിഹുൽ അമൽ, അതേ അഅമാലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമല് അത് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. ആ മദ്ഹിന്റെ പരിധിയിൽ വരുന്ന ഒന്നാണ് സ്വലാത്തെന്ന് മഹാന്മാരായ മുഫസ്സിറുകളും ഉലമാവും രേഖപ്പെടുത്തിയിട്ടുണ്ട്.